നമസ്കാരം. ടോഷ്മാസ് കിച്ചന്റെ മറ്റൊരു ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു പായസമാണ്. ഇതാണ് പൈനാപ്പിൾ സേമിയ പായസം. ഈ പൈനാപ്പിൾ സേമിയ പായസം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണാം. അതിനായിട്ട് നമുക്ക് ഒരു പ്രഷർ കുക്കറിൽ സേമിയ, ഇത് റോസ്റ്റഡ് സേമിയാണ്, ഇതൊരു 200 ഗ്രാംസ് റോസ്റ്റഡ് സേമിയാണ്. അത് നമ്മൾ പ്രഷർ കുക്കറിലിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർക്കണം. അതുപോലെ തന്നെ കുറച്ച് വെള്ളവും ചേർക്കണം. ഏകദേശം ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് ചേർത്ത് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ സേമിയ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും ചേർത്ത് വേവിക്കുകയാണ്. ഇത് നമ്മളൊരു 100 ഗ്രാം സേമിയാണ് നമ്മൾ വേവിക്കാൻ വെച്ചേക്കുന്നത്. ഇത് അല്പം ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് ഈ സേമിയ വേവിച്ചെടുക്കണം. ഈ സേമിയ വേവുന്ന സമയത്ത് ഇത് ഒരു പാക്കറ്റ് പാല് തിളപ്പിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് ഒരു ചെറിയ പൈനാപ്പിളാണ്. ഒരു ചെറിയ പൈനാപ്പിളിലെ വെള്ളം വറ്റിച്ചിട്ട് നമ്മൾ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് വിളയിച്ചിരിക്കുന്നതാണിത്. ഇതും ചേർക്കണം ഇതിലേക്ക്. അതിന് മുമ്പ് നമുക്ക് ഈ ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. നമുക്ക് പഞ്ചസാര ചേർക്കുന്നത് മധുരം അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് പഞ്ചസാര ചേർക്കാം. ഈ പഞ്ചസാര നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് കണ്ടൻസ് മിൽക്കും ചേർക്കണം. ഇത് കണ്ടൻസ് മിൽക്ക് നമുക്കൊരു ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർക്കാം. ഈ പഞ്ചസാരയും അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ തീ കത്തിച്ചിട്ടില്ല, സ്റ്റൗ ഓണല്ല. ഈ പാലിന്റെ നല്ല ചൂട് മാറിയ ശേഷം വേണം നമുക്ക് പൈനാപ്പിൾ ചേർക്കാനായിട്ട്. പൈനാപ്പിൾ നമ്മൾ വേവിച്ച്, അതായത് വെള്ളം പറ്റിച്ച് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് വിളയിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ പൈനാപ്പിളിന് പുളി ഉള്ളതുകൊണ്ട് നമ്മൾ ചൂട് പാലിൽ പൈനാപ്പിൾ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പഞ്ചസാരയൊക്കെ അലുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൈനാപ്പിൾ ചേർക്കാം. ഇത് ഒരു ഇടത്തരം വലിപ്പമുള്ള പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കണം. ഇതൊരു ഏകദേശം 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഉണ്ട്, അത് ചേർക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നെയ്യിൽ കുറച്ച് നട്ട്സും അതുപോലെ തന്നെ കിസ്മിസും നമുക്ക് മൂപ്പിച്ചെടുക്കണം. അധികം നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല, 1 ടീസ്പൂൺ നെയ്യ് മതി. നെയ്യ് ചൂടായി നമുക്ക് 1 ടേബിൾ സ്പൂൺ കിസ്മിസ് വറുത്തെടുക്കാം നെയ്യിൽ. കിസ്മിസ് നെയ്യിൽ മൂത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക്, ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് നട്ട്സും വറുത്തെടുക്കാം. ഈ നട്ട്സും മൂത്തിട്ടുണ്ട്. നമുക്കിതും ചെറിയ ബൗളിലേക്ക് മാറ്റാം. ഈ നട്ട്സും അതുപോലെ തന്നെ കിസ്മിസും നമ്മൾ നെയ്യിൽ മൂപ്പിച്ചതാണ്. ഇത് നമുക്ക് ഈ പായസത്തിലേക്ക് ചേർക്കാം. നമ്മൾ സേമിയ വേവിച്ച് വെച്ചിട്ട് കുറച്ച് സമയമായി. ഈ സേമിയ വെന്തിട്ടുണ്ട്. ഇതാണ് സേമിയ, നല്ല കുറുകി പാകത്തിന് വെള്ളമൊക്കെ ആയിട്ട് വെന്തിരിക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർക്കാം. പായസത്തിലേക്ക് ഈ സേമിയ നമ്മൾ ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും ചേർത്ത് വേവിച്ച സേമിയാണിത്. ഇത് ചേർക്കാം. ഈ സേമിയ ചേർക്കുന്നതുകൊണ്ട് നല്ല കുറുകി കിട്ടും നമുക്ക്.
ഇത് കണ്ടോ, അതുപോലെ പൈനാപ്പിളും ചേർത്തേക്കുന്നതുകൊണ്ട് പൈനാപ്പിളിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. നമ്മുടെ പൈനാപ്പിൾ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സർവിംഗ് ബോളിലേക്ക് മാറ്റാം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയത് പൈനാപ്പിൾ സേമിയ പായസമാണ്. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അതുപോലെ ഒത്തിരി കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പൈനാപ്പിൾ ആദ്യം തന്നെ വേവിച്ച് വെക്കും, അതുപോലെ തന്നെ പിന്നെ സേമിയയും വേവിച്ച് വെക്കും, പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നെയ്യിൽ നട്ട്സും കിസ്മിസും വറുത്ത് ഇടണം. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു പായസമാണിത്. ഇത് തണുപ്പിച്ചും അതുപോലെ തന്നെ ചൂടോടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ്. നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ തണുത്ത ഓണസദ്യയിൽ ഇത് ഉൾപ്പെടുത്തണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏവർക്കും എൻ്റെ ഓണാശംസകൾ. വ്യത്യസ്തമാർന്ന രുചിക്കൂട്ടുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തൂ.